ഞാൻ സഞ്ചരിക്കുന്ന വഴികളിൽ അവർ എനിക്ക് കെണികൾ വെച്ചു. ഞാൻ വലത്തേക്ക് തിരിഞ്ഞു നോക്കി, എന്നെ അറിയുന്നവർ ആരുമില്ല. ഓടി ഒളിക്കുവാൻ ഇടമില്ല, എന്നെ രക്ഷിക്കുവാൻ ആളുമില്ല. ഇത് എൻ്റെ വീഴ്ചയാണ്, നമ്മുടെ വീഴ്ചയാണ്. ഞാനും നിങ്ങളുമൊക്കെ പതറി നിൽക്കുന്ന മൂന്നാം സ്ഥലം. കുരിശിൻ്റെ വഴിയിൽ എന്നെ അല്ലെങ്കിൽ നമ്മളെ പൊള്ളിക്കുന്ന, സങ്കടപ്പെടുത്തുന്ന സ്ഥലമാണിത്. അത്രമേൽ സ്നേഹത്തിൻ്റെ നോട്ടം കൊണ്ട് ക്രിസ്തു നമ്മെ ഓരോരുത്തരെയും വീണ്ടെടുക്കുന്ന സ്ഥലം. നിൻ്റെ വീഴ്ചയിൽ നിന്ന് വീണ്ടും കുരിശുമായി നടക്കാനുള്ള തീവ്രമായ സഹനം എന്നെ പൊള്ളിക്കുന്നുണ്ട്. ഒരു ഉറുമ്പുകടി പോലും സഹിക്കാൻ പറ്റാത്ത ഞാനും നിങ്ങളുമൊക്കെ അത്രമേൽ ചെറുതാണ്. സഹനങ്ങളുടെ മുറിപ്പാടുകളിൽ നിന്ന് ഉയർക്കാൻ എനിക്കെന്താണ് സാധിക്കാതെ പോകുന്നത്? കല്ലുകൾ നിറഞ്ഞ വഴികളാണെന്നറിഞ്ഞിട്ടും കുരിശുമായി നീങ്ങാൻ മടിച്ചു നിൽക്കുന്ന ഒരു ഭീരുവാണ് ഞാനും നിങ്ങളും. ആദ്യ വീഴ്ചയിലെ കുരിശ് വഴിയിൽ ഉപേക്ഷിച്ച് ഓടിപ്പോകുന്ന ഭീരു. കുരിശ് ഒരു ഒറ്റയടി പാതയാണ്. പലപ്പോഴും പരാജയപ്പെടുത്തുന്നതും കുരിശിനെ നോക്കി യാത്ര ചെയ്യാനാണ്. അവിടെയാണ് പരാജയപ്പെട്ടു പോകുന്നത്. കുരിശിലെ സ്നേഹത്തെ ഉൾക്കൊള്ളാൻ കഴിയാതെ ഞാൻ ആ വഴി മറന്നു പോകുന്നുണ്ട്. നമ്മൾ ആ വഴി മറന്നു പോകുന്നുണ്ട്. നമുക്കെല്ലാം യേശുവിനെ വേണം, പക്ഷേ കുരിശ് വേണ്ട. കുരിശിൻ്റെ ത്യാഗവും വേദനയും ഒന്നും നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല. യേശുവിൽ നിന്ന് വേർപെടുത്തിയ കുരിശും കുരിശിൽ നിന്ന് വേർപെടുത്തിയ യേശുവും അപൂർണമല്ലേ? സ്വന്തം രക്തം ചിന്തി സ്നേഹത്തിൻ്റെ ജീവിതമാണ് കുരിശ് പഠിപ്പിക്കുന്നത്, യേശു പഠിപ്പിക്കുന്നത്. അല്ലെങ്കിലും അല്പമെങ്കിലും ക്ലേശമുണ്ടാകുമ്പോൾ സഞ്ചാരം സുഖമാക്കാൻ പുൽത്തകിടിയും ഇൻ്റർലോക്കും ഒക്കെ ഒരുക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത്. ഈ കാലത്ത് നമ്മളും ഇങ്ങനെയുള്ള ചെറിയ സുഖവഴികൾ തേടി പോവുകയാണ്, അല്ലെങ്കിൽ എളുപ്പ വഴികൾ തേടി പോവുകയാണ്. ക്രിസ്തു നടന്ന ഒറ്റയടി പാത, കുരിശിൻ്റെ പാത അത്ര നിസ്സാരമല്ല. അതിന് കയ്പുണ്ട്, അതിന് വിലയുണ്ട്. എന്നിട്ടും വീഴ്ചകളിൽ പതറി നിൽക്കുകയാണ് ഞാനും നിങ്ങളുമൊക്കെ. വീണ്ടും പുതുചുവടുകൾ വെച്ച് സഹനത്തിൻ്റെ വഴിയിൽ നീങ്ങുവാൻ എനിക്ക് അത്രമാത്രം ബുദ്ധിമുട്ടാണ്. എന്തുകൊണ്ടാണ് നമുക്ക് അത്രമാത്രം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത്? വീഴ്ചകളുണ്ടാകുമ്പോൾ എന്നെ തന്നെ നിയന്ത്രിക്കാൻ പഠിപ്പിക്കണമേ എന്ന് മാത്രമാകണം നമ്മുടെ പ്രാർത്ഥന. പലപ്പോഴും അങ്ങനെയാണോ നമ്മുടെ പ്രാർത്ഥന? എത്രമാത്രം ഇടറുമ്പോഴും വീഴുമ്പോഴും തീരത്ത് ഒരാൾ നിൽപ്പുണ്ട്. അതിജീവനത്തിൻ്റെ അപ്പം വിളമ്പുന്നവൻ, ആത്മാവിനെ അൾത്താരയാക്കുന്ന ക്രിസ്തു സ്നേഹം. ആ മിഴികളിൽ നോക്കുമ്പോൾ വീഴ്ചകൾക്ക് ആക്കം കുറയുമെന്ന് മാത്രമല്ല, കയറി വരാൻ അവൻ നീട്ടുന്ന കരങ്ങൾ പിടിച്ചുകൊണ്ട് അവൻ നടന്ന ഒറ്റയടി പാതയിൽ പോകാൻ ഒരു ബലമൊക്കെ നമുക്ക് കിട്ടും. ഇനിയും ആ തീരത്തേക്ക് ഞാൻ അടുത്തിട്ടില്ല, ഇനിയും ആ മിഴികളിൽ ഞാൻ നോക്കിയിട്ടില്ല. ഇതും ഒരു തിരിച്ചറിവാണ്, അവൻ്റെ ഒറ്റയടി പാതയിൽ നടക്കുവാനുള്ള സുവിശേഷത്തിലെ തിരിച്ചറിവ്. ഈ നോമ്പ് ഓർമ്മിപ്പിക്കുന്നതും ആ തിരിച്ചറിവാണ്. തീർച്ചയായും നമുക്കിതൊക്കെ ഒരു യാത്രയാണ്. എവിടെ നിന്നോ തുടങ്ങി മറ്റെവിടെയോ അവസാനിക്കുന്ന ഒരു യാത്ര. ആത്മനൊമ്പരങ്ങളെ ഗുരുവിൻ്റെ ചില്ലകളിലേക്ക് ചേർത്ത് നിർത്തി ജീവിതത്തിൻ്റെ ഇമ്പങ്ങളെ, നൊമ്പരങ്ങളെ സമർപ്പിച്ചുള്ള യാത്ര. ഈ യാത്രയിൽ ഗുരു നമ്മെ ഓർമ്മിപ്പിക്കുന്നു. വിരിച്ചു നീട്ടിയ മുറിപ്പാടുള്ള കൈകൾ ഒരു ആഹ്വാനം പോലെ അവൻ്റെ ചില്ലകളിലേക്ക് ചേക്കേറി അവിടെ ഒരു കുഞ്ഞു കൂടൊരുക്കാനുള്ള ആഹ്വാനം. അതിനാലാവണം ഈ യാത്രയെ ചിലർ കുരിശിൻ്റെ യാത്രയെന്നൊക്കെ വിളിക്കുന്നത്. ഈ കുരിശ് യാത്ര ഇനി നമുക്ക് പ്രത്യാശ നിറഞ്ഞതാകട്ടെ.